കേരളത്തിലും ഇന്ത്യ സഖ്യം. പത്തനംതിട്ട നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് CPM കൂട്ടുകെട്ടിൽ BJPക്ക് ഭരണം നഷ്ടപ്പെട്ടു. കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ CPM അംഗങ്ങൾ പിന്തുണച്ചു. നടന്നത് അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് BJP ആരോപിച്ചു. 6 വീതം അംഗങ്ങളായിരുന്നു നാരങ്ങാനം പഞ്ചായത്തിൽ BJPക്കും കോൺഗ്രസിനും ഉണ്ടായിരുന്നത്. BJP ഭരിക്കുന്ന പഞ്ചായത്തിൽ കോൺഗ്രസ് ആണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ഇന്ന് നടന്ന വോട്ടെടുപ്പിൽ CPM കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ട് പരസ്യമായി പുറത്തുവന്നു. BJPയെ പുറത്താക്കാൻ പഞ്ചായത്തിലെ 2 CPM പ്രതിനിധികൾ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തു. ഇതോടെ അവിശ്വാസ പ്രമേയം പാസായി. പുറത്തുവന്നത് അവിശുദ്ധ കൂട്ടുകെട്ടാണെന്നും 2 സംഘടനകളുടെയും സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് കൂട്ടുകെട്ടുണ്ടാക്കിയതെന്നും BJP പ്രതികരിച്ചു. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു പോകുന്ന ഒരു പഞ്ചായത്തായിരുന്നു. അത് അവർക്കത് സഹിക്കുന്നില്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതിനെക്കാട്ട് കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിനകത്തും ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അപ്പം അത് അവർക്ക് പറ്റുന്നില്ല. അവരുടെ പല കാര്യങ്ങളും അഴിമതികളൊക്കെ പുറത്തു വരും എന്നൊരു തോന്നലാണ് ഈ ഇന്ത്യ സഖ്യം ഇങ്ങനെ കൊണ്ടുവരാൻ കാര്യം. പത്തനംതിട്ടയിലേത് സാമ്പിളാണെന്നും കേരളത്തിൽ മറ്റിടങ്ങളിലും CPM കോൺഗ്രസ് കൂട്ടുകെട്ടുണ്ടാവുമെന്നും BJP നേതാവ് അനൂപ് ആന്റണി പറഞ്ഞു. CPMഉം കോൺഗ്രസും ഇടതുപക്ഷവും UDFും കേരളത്തിൽ 2 അല്ല 1 ആണ് എന്നുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഞങ്ങൾ ആദ്യം മുതൽ എടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ യാഥാർത്ഥ്യമായിട്ട് വരികയാണ്. കേരളത്തിൻ്റെ ബോർഡർ വിട്ട് കഴിഞ്ഞാൽ ഇവരെ ഒരുമിച്ചാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നൊരു സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ് 2 കൂട്ടരും. പക്ഷേ കേരളത്തിനുള്ളിലേക്ക് വരുമ്പോൾ അവരൊരു നാടകമായിട്ട് ഇറങ്ങും. ഞങ്ങൾ ഒരുമിച്ചല്ല എന്നുള്ളൊരു നാടകമായിട്ട്. BJP സ്വന്തം രാഷ്ട്രീയ മാന്യത കൊണ്ടല്ലേ BJP ഇതേപോലുള്ള ഒരു രാഷ്ട്രീയത്തിന് ഇറങ്ങാത്തത്? BJP വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ എത്ര സ്ഥലങ്ങളിൽ ഇവർക്ക് 2 പേർക്കും അധികാരം നഷ്ടപ്പെടാം. BJP ഇറങ്ങിയിട്ടുണ്ടോ? BJPയുടെ രാഷ്ട്രീയ മാന്യതയാണ്. പ്രാദേശിക വികാരത്തെ തുടർന്നുണ്ടായ നീക്കമാണെന്നാണ് കോൺഗ്രസ് പ്രതികരണം. അതേസമയം കോൺഗ്രസിനെ പിന്തുണച്ച CPM പ്രതിനിധികൾ മാധ്യമങ്ങളിൽ നിന്ന് ഓടിയകന്നു. ഭരണഘടനാ BJPയും കോൺഗ്രസിനെ ഞങ്ങൾ ഒരേപോലെ തന്നെയാണ് കാണുന്നത്. പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെയായിരുന്നു പ്രസിഡന്റ് സ്ഥാനം BJPക്ക് ലഭിച്ചിരുന്നത്. അവിശ്വാസം പാസായ സാഹചര്യത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വീണ്ടും 1 മാസത്തിന് ശേഷം നടക്കും. ജനം, പത്തനംതിട്ട.